കെ രമയുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ കെ രമ, ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളൊക്കെ ശരിയായി എന്നുള്ള വിധത്തിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ വരുന്നത്? കാഫിർ പ്രയോഗ സ്ക്രീൻഷോട്ട് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് MLA. നോക്കൂ, ഇതിനകത്ത് ഞങ്ങൾ തുടക്കം മുതലേ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ഭാഗത്തു നിന്നല്ല ഇത് പോയത്. അത് സ്ഥാനാർത്ഥിയുടെ അറിവോടെയല്ല, സ്ഥാനാർത്ഥി ഇതിനകത്തില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനകത്ത് ആരാണ് എന്നുള്ളത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന സ്റ്റാൻഡ് നേരത്തെ എടുത്തതാണ്. പക്ഷേ പോലീസ് ഈ കാര്യത്തിൽ വളരെ കൃത്യമായി നിലപാട് എടുത്തതെന്ന് പറഞ്ഞാൽ അവർ CPM-ന് അനുകൂലമായി LDF-ന് അനുകൂലമായി നിലപാടെടുത്തു. ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായില്ല. അന്ന് KK ലതികയുടെ ഉൾപ്പെടെ ഈ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഇത് ഷെയർ ചെയ്യപ്പെട്ടത്. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത്. ഏറ്റവും കൂടുതൽ ഷെയർ പോയതും ആ പോസ്റ്റിൽ നിന്നാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട CPM-ന്റെ ഒരാൾ, മുൻ MLA ഒക്കെ ആൾ ആധികാരികമായിട്ടൊരു വിഷയം പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ അവിടുത്തെ CPM അണികളും എല്ലാവരും തയ്യാറായതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം കലാപങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ ഒരു വിഷയം മാറിയത്. അത് മാറ്റിച്ചത് CPM-ന്റെ നേതാക്കളാണ്. അതിന് KK ലതികയ്ക്കുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇത് പിൻവലിച്ചു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ലതികയെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാക്കണം. ഈ വിഷയത്തിൽ ലതിക അറസ്റ്റിന് വിധേയമാകണം. പോലീസ് അതിനുള്ള നടപടി സ്വീകരിക്കണം. കാരണം നാട്ടിൽ മുഴുവൻ കലാപം ഉണ്ടാക്കുകയും എല്ലാവരെയും വലിയ തോതിൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത് ആ പോസ്റ്റാണ്. എന്നിട്ട് ഇപ്പോൾ പോസ്റ്റ് പിൻവലിക്കുന്നു എന്ന് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് നാട്ടിൽ മുഴുവൻ പ്രശ്നമുണ്ടാക്കാൻ ഇടയായ ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് ഇവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടാക്കിയതും നിർമ്മിച്ചതും പ്രചരിപ്പിച്ചതും. അതുകൊണ്ട് അവരെ അടിയന്തരമായി പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. നടപടികളുമായിട്ട് പോകാൻ പോലീസ് തയ്യാറാകണം. ശ്രീ KK രമ, ഒപ്പം തന്നെ പാർട്ടി ഇക്കാര്യത്തിൽ ഒരു നടപടിയിലേക്കോ അന്വേഷണത്തിലേക്കോ പോയിട്ടില്ല. എന്നാൽ ഈ ഫേസ്ബുക്ക് പോരാളികളെ തള്ളുന്ന ഒരു പ്രതികരണം പിന്നീടുണ്ടായിരുന്നു. അപ്പോൾ പോലീസും ഒരു നടപടിയിലേക്ക്, വ്യക്തമായൊരു നടപടിയിലേക്കോ ഈ അന്വേഷിച്ച് കണ്ടെത്താൻ പ്രതികളെ ഇതുവരെയും പിടികൂടാനാവാത്തൊരു സാഹചര്യത്തിൽ കൂടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടിയും ഒരു തരത്തിലുമുള്ള അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, പാർട്ടി അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പാർട്ടി ഇതിനകത്ത് ഫുൾ സപ്പോർട്ടായിരുന്നല്ലോ. ഇവിടെ ഒരു DYFI ഒരു പരിപാടി വെച്ചിട്ട് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീം ഇവിടെ വന്ന് എന്താ പ്രസംഗിച്ചത്? ഷാഫി ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ ആണെന്നാ പ്രസംഗിച്ചത്. ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷം. എന്തടിസ്ഥാനത്തിലാണ് റഹീം അത് പറഞ്ഞത്? റഹീം മാപ്പ് പറയണം ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനോട്. ഷാഫിയോടും പൊതുസമൂഹത്തിനും മാപ്പ് പറയാൻ തയ്യാറാണ് റഹീം. ഈ തരത്തിലേക്കാണ് CPM-ന്റെ നേതാക്കന്മാർ മുഴുവൻ ഈ പ്രചരണവുമായി പോയത്. ഇത് ഉന്നയിച്ച MSF-ന്റെ നേതാവ് അപ്പോൾ തന്നെ പോലീസിന്റെ അടുത്ത് ഫോൺ കൊണ്ടു കൊടുത്തു. പരിശോധിക്കാൻ ആവശ്യപ്പെട്ടല്ലോ, കേസെടുക്കാൻ ആവശ്യപ്പെട്ടു. പോലീസ് അപ്പോൾ പരിശോധിച്ച് ഈ പോസ്റ്റിൽ നിന്നല്ല, ഇയാളുടെ പേജിൽ നിന്നല്ല, ഇയാളുടെ ഫോണിൽ നിന്നല്ല എന്ന് പോലീസ് അന്ന് പറയാൻ തയ്യാറായില്ലല്ലോ. പിന്നീട് ഹൈക്കോടതിയുടെ കൂടി ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഒരു അന്വേഷണത്തിലേക്ക് പോയതും ഈ പേജിൽ നിന്നല്ല, ഇദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്നല്ല എന്ന് പോലീസ് പറയുന്ന റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ പോലീസ് കൃത്യമായിട്ടും ഇവർക്ക് വേണ്ടിയിട്ടുള്ള നിലപാട്, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ CPM-ന് അനുകൂലമായിട്ട് നിലപാടാണ് പോലീസ് എടുത്തത്. കാരണം മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരിക്കും അവർ ചെയ്തത്. അപ്പോൾ അതുവരെ ഈ പ്രശ്നങ്ങൾ നാട്ടിൽ മുഴുവൻ ആളിക്കത്തിക്കാൻ, അതിന്റെ പേരിൽ രാഷ്ട്രീയം ലാഭമുണ്ടാക്കാൻ, അതിന്റെ പേരിൽ വോട്ട് നേടാൻ, അതിന്റെ പേരിൽ വിജയമുണ്ടാക്കാനുള്ള ഒരു തന്ത്രം, ഒരു കുതന്ത്രം ഇവിടെ നടത്തിയതാണ് CPM. അതാണ് ഇത് ഇവരുടെ നേതാക്കന്മാരിലേക്ക് ഇത് എത്തുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് മുൻകൂട്ടി ഒരു മുളം മുന്നേ ജയരാജൻ എറിഞ്ഞത്. അതാണ് പോരാളി ഷാജിമാരൊക്കെ മോശമാണ്, അവരുടെയൊക്കെ ഇത് അന്വേഷിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജയരാജൻ എത്താനിടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് CPM-ന്റെ നേതൃത്വത്തിലേക്കാണ് ഈ വിഷയം എത്തുക എന്നുള്ളത് നേതാക്കന്മാർക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇപ്പം നടന്നത്. പോരാളി ഷാജിമാരൊക്കെ കുറെ കാലമായല്ലോ ഇവർക്ക് വേണ്ടി പ്രചരണം നടത്തുന്നത്. ഇപ്പോഴാണോ ബോധോദയം ഉണ്ടായത്? എത്ര മോശം പരാമർശങ്ങൾ പലർക്കെതിരെയും ഇവരുടെ വാളുകളിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. അതിനൊക്കെ ഒത്താശ കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രചരണം നടത്തുകയാണ് ചെയ്യുന്ന ആളുകളാണ് ഈ ടീം. അന്നൊന്നും പ്രതികരിക്കുന്നത് നമ്മളാരും കണ്ടില്ലല്ലോ. ഇപ്പോഴെങ്ങനെയാ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായത് ഇവരെ പരിശോധിക്കണം എന്നുള്ളത്? ഇത്രയും പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ ഒരു പുനർവിചിന്തനം CPM നടത്തണം. തങ്ങൾ നടത്തുന്ന CPM-ന് തങ്ങളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റുകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ ഏത് തരത്തിലേക്കാണ് എന്നുള്ളത് ഒരു പുനർവിചിന്തനം നടത്തി അതിനൊരു പരിശോധന നടത്തി തിരുത്താൻ തയ്യാറാവുകയാണ് ഇനിയെങ്കിലും വേണ്ടത്. ഞങ്ങളെ പോലുള്ള ആളുകൾ ഒരുപാട് പൊതു മധ്യത്തിൽ വിമർശന വിധേയങ്ങൾക്കാകും വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെയൊക്കെ ടീമിന്റെ എഴുത്തുന്നാണ്. അപ്പൊ ഇതൊക്കെ അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണം.
അത് CPM അടിയന്തരമായി ഈ വലിയ പരാജയം അവരെ ചിന്തിപ്പിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് ആ പാർട്ടി എത്തും. ഈ നാട്ടിൽ വടകരയിൽ പ്രബുദ്ധമായ ജനതയാണ് വടകര. അതുകൊണ്ടാണല്ലോ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇതൊന്നും ഇവിടെ ഏശിയില്ല. ഒരു കാഫിറും ഇവിടെ ഏശിയില്ല. ഒരു വ്യാജ പ്രചരണവും ഇവിടെ ഏശിയില്ല. ജനങ്ങൾ വളരെ കൃത്യമായ നിലപാടെടുത്തു. അത് ഇപ്പോഴാണ് ഇവർക്ക് ബോധോദയം ഉണ്ടായത്. അതുകൊണ്ട് അടിയന്തരമായി പാർട്ടി നടപടി എടുക്കുമോ എന്തോ നമുക്കറിയാതെ അവരുടെ വിഷയം. പക്ഷേ പോലീസ് ഈ കാര്യത്തിൽ KK ലതിയെ അറസ്റ്റ് ചെയ്യണം. ശരി, KK ലതികയെ അറസ്റ്റ് ചെയ്യും. വളരെ നന്ദി KK രമ പ്രതികരിച്ചതിനെ. KK ലതികയെ അറസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് KK രമയും പ്രതികരിക്കുന്നത്.